വീണ്ടും വാർത്തകളിലേക്ക്. പാർലമെന്റ് സമ്മേളനം നാളെ മുതൽ ആരംഭിക്കും. വഖഫ് ഭേദഗതി ബിൽ ഇരുസഭകളിലും അവതരിപ്പിച്ച് പാസാക്കും. ഭാഷാ വിവാദത്തിലും മണ്ഡല പുനഃക്രമീകരണത്തിലും പ്രതിഷേധത്തിന് പ്രതിപക്ഷ ആലോചന. ഏപ്രിൽ 4 സമ്മേളനം അവസാനിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, ഈ ഭാഷാ വിവാദം ഉണ്ട്, അതിനൊപ്പം മണ്ഡല പുനഃക്രമീകരണം, ഇതിലൊക്കെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രതിഷേധം ഉള്ള സമയമാണ്. പ്രത്യേകിച്ചും സ്റ്റാലിൻ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് പാർലമെന്റ് തുടങ്ങുന്നത്. എന്തൊക്കെ ചർച്ചകൾ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഏത് തരത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ നമുക്ക് പാർലമെന്റിൽ പ്രതീക്ഷിക്കാം? ലക്ഷ്മി, പാർലമെന്റിലെ ബജറ്റ് സമ്മേളനത്തിൽ 2ാം ഘട്ടത്തിനാണ് നാളെ തുടക്കമാവുന്നത്. നിരവധി പ്രശ്നങ്ങളാണ് ഉന്നയിക്കാൻ കച്ചകെട്ടിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് DMK ഉന്നയിക്കുന്ന ഡീലിമിറ്റേഷൻ, അതേപോലെ ത്രിഭാഷാ പദ്ധതി, ഭാഷാ പഠനം തുടങ്ങിയ വിഷയങ്ങൾ DMK ഇപ്പോൾ തന്നെ കോൺഗ്രസ് BJP ഇതര മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി നാളെ തന്നെ പാർലമെന്റിൽ സംബന്ധിച്ച ധർണ സംഘടിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പാർലമെന്റ് സമ്മേളനം തുടക്കം തന്നെ ഈ DMK നേതൃത്വത്തിലുള്ള ത്രിഭാഷ, അതുപോലെ മണ്ഡലം പുനഃക്രമീകരണം, ഈ വിഷയങ്ങൾ ഉന്നയിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നവരും. അതേപോലെ മണിപ്പൂർ ഇപ്പോൾ അശാന്തി വീണ്ടും പടർന്നിരിക്കുകയാണ്. മണിപ്പൂരിൽ വീണ്ടും കുക്കി സമുദായങ്ങളും സുരക്ഷാ സേനയുമുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇതും സഭയുടെ ശ്രദ്ധയിൽ വരും. അതേപോലെ തന്നെ US-ഉമായിട്ടുള്ള വിഷയങ്ങൾ, US-ന്റെ താരിഫ്, നികുതി തീരുവ, ഇത് സംബന്ധിച്ച വിഷയവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ഏതായാലും ഈ 2ാം ഘട്ട സമ്മേളനം പ്രക്ഷുബ്ധമാവും എന്ന കാര്യത്തിൽ സംശയമല്ല. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ JPC നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. വഖഫിന്റെ കാര്യത്തിൽ 14 നിർദ്ദേശങ്ങളാണ് JPC മുന്നോട്ട് വെച്ച്. ഈ 14 മന്ത്രിസഭ അംഗീകരിക്കുകയും വഖഫ് ബിൽ ഈ സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കുകയും ചെയ്യുന്നതാണ് പാർലമെന്റ് കാര്യമന്ത്രി റിജു വ്യക്തമാക്കിയത്. ഏതായാലും അത് സംബന്ധിച്ചോളം വളരെ വളരെ വലിയ ഒരു പ്രക്ഷോഭം അതിന്റെ പേരിൽ പ്രതിപക്ഷം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലോ ബോർഡ് ആന്ധ്രയിൽ, തെലങ്കാനയിലും അതേപോലെ ബീഹാറിലും ജനതാദൾ ജനതാദളിന് വേണ്ടിയും അതേപോലെ ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡുവിനെയും നേരിട്ട് കണ്ട് ബില്ലിന് പിന്തുണ നൽകരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും പ്രതിപക്ഷം ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കിക്കണ്ടത്. ബില്ല് ഏതായാലും ഈ സമ്മേളനത്തിനെ പാസ്സാക്കുമെന്ന ഉറച്ച നിലപാടിലാണ് NDA നേതൃത്വം. ലക്ഷ്മി, പാർലമെന്റ് സമ്മേളനം നാളെ തുടങ്ങുന്നു. വലിയ പ്രതിപക്ഷ പ്രതിഷേധം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏപ്രിൽ 4 ആണ് സമ്മേളനം അവസാനിക്കുന്നത്. ഇതിനിടെ വിവിധ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് പാർലമെന്റ് വേദിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്.